വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. എൻ്റെ പേര് അമിത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കജാരിയ വിട്രോണൈറ്റിൻ്റെ കജാരിയയുടെ വിട്രിഫൈഡ് ഡിവിഷൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ്. 6x4 സൈസിലാണ് ഇത് വരുന്നത്. 15 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ട്. കളേർഡ് ബോഡി GVT ആണ്. ഇപ്പം മാർക്കറ്റിലെ ഒരു തരംഗമാണ്. കാരണം ഗ്രാനൈറ്റിനെ വെല്ലാൻ അല്ലെങ്കിൽ ഗ്രാനൈറ്റിനെ റിപ്ലേസ് ചെയ്യാൻ ഇത്രയും നല്ല ഒരു മെറ്റീരിയൽ ഇന്ന് വരെ കേരള മാർക്കറ്റിന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടിന്യൂസ് സെയിലുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഗ്രാനൈറ്റിനെ റിപ്ലേസ് ചെയ്ത മട്ട. അപ്പം ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് റോക്കർ സീരീസ് ബൈ കജാരിയ വിട്രോണൈറ്റ്. അപ്പം റോക്കർ സീരീസ് നമ്മൾ പലപ്പോഴും മറ്റ് ആംഗിളിൽ കൂടെ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഡെഡിക്കേറ്റഡ് റോക്കറിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ അത് കാണേണ്ട വീഡിയോ ആണ്, ചെയ്യേണ്ട വർക്കാണ്. കാരണം എല്ലാ വീഡിയോ വെക്കുന്നവരും കണ്ടിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. വളരെ പ്രീമിയം ആണ്, പക്ഷേ വളരെ ചീപ്പായിട്ടാണ് ഈ മെറ്റീരിയൽ കജാരിയ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നോ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫേസ് ആണ്. സോ നമുക്ക് ലെതർ ഫിനിഷ് കിട്ടും. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് മെറ്റീരിയൽ ഓരോന്നും കണ്ടു നോക്കാം. നമുക്ക് 4 കളറാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ള. കമ്പനിയിൽ നിന്ന് ഇത് 5ഓ 6ഓ കളറിൽ വരും. പക്ഷേ 2 കളർ നമ്മൾ അവോയ്ഡ് ചെയ്തേക്കുക. അതിൽ ഒന്ന് വൈറ്റ് ആണ്, പിന്നെ വേറൊരു കളറാണ് വിച്ച് ഈസ് ഓൾസോ ബീങ് അവോയ്ഡഡ്. ബട്ട് ഏറ്റവും നല്ല 4 കളർ നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ഇതിൻ്റെ ലേറ്റസ്റ്റ് കളറിലേക്ക്. ഇത് കോട്ട ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ്. നമ്മൾ കോട്ട സ്റ്റോൺ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ സുപരിചിതമായ ഒരു മെറ്റീരിയലാണ് ഓൾ ഓവർ ഇന്ത്യ. അപ്പം ആ കോട്ട ഗ്രീനിൻ്റെ കളറിലാണ് ഈ ടൈല് ചെയ്തേക്കുന്നത്. സർഫേസ് ലെതറി സർഫേസ് ആണ്. ശരിക്കും ഒരു ലെതറിൻ്റെ പുറത്ത് കൈ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഈ കളർ തന്നെ ബോഡിയിലും വരും. നമ്മൾ സൈഡ് ഉരുട്ടുമ്പം ഈ കളറിൻ്റെ ഒരു 90% നമുക്ക് 70 to 90% നമുക്ക് എഡ്ജിൽ കിട്ടും, ഡിപ്പെൻഡിങ് ഓൺ ദി കളർ. സോ ഇതാണ് ഫസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് കളർ. പ്രൈസ് വളരെ കുറവാണ്, ബിലോ 200 ആണ്. വളരെ അഫോർഡബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ചാവടിക്ക് ഇടാം, നമുക്ക് സ്റ്റെപ്പ് കട്ട് ചെയ്തിടാം, നമുക്ക് സിറ്റ് ഔട്ട് ഇടാം, സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ഇടാം, എനിവെയർ. ഈവൻ ഇനി റൂംസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ കിച്ചൺ വരെ ഞങ്ങൾ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ സ്വല്പം എക്സ്പെൻസീവ് ആണ് നോർമൽ ടൈൽസിന്. അതുകൊണ്ട് എക്സ്റ്റെൻസീവ് യൂസ് വരുന്നില്ല. ബട്ട് ചെറിയ യൂസസിന് ഈ പറഞ്ഞ ഹെവി ട്രാഫിക് വരുന്നിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 6x4 സൈസ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്തുനിന്ന് 6 അടിയുടെ 1 അടി, 6 അടി 1 അടിയുടെ 4 പീസ്, 4 അടി 1 അടിയുടെ 6 പീസ്, 3 അടി 1 അടിയുടെ 8 പീസ് നമുക്ക് കിട്ടും വിതൗട്ട് എനി വേസ്റ്റേജ്. സോ അത് വീട് വെക്കുന്നവർക്ക്, അത് കൊമേഴ്ഷ്യൽ വർക്ക് ആയാലും പ്രൈവറ്റ് വർക്ക്സ് ആയാലും എല്ലാവർക്കും ഭയങ്കര അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വേസ്റ്റേജ് ഇല്ലാതെ 90 സെൻറ്റിമീറ്റർ, 120 സെൻറ്റിമീറ്റർ, 180 സെൻറ്റിമീറ്ററിൻ്റെ 1 അടിയുടെ പീസുകൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. പിന്നെ ഇത് ഉരുട്ടി കഴിഞ്ഞാൽ സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് ഒരു നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു പ്രീമിയം മെറ്റീരിയലിൻ്റെ ഒരു ഫീലും കിട്ടും. ഇനി കോട്ട ഗ്രീൻ കഴിഞ്ഞ് എൻ്റെ ഏറ്റവും അടുത്ത കളർ നമ്മൾ കാണാൻ പോകുന്നത് ഗ്രേ ആണ്, റോക്കർ ഗ്രേ. സോ ഇതാണ് റോക്കർ ഗ്രേ. റോക്കർ ഗ്രേയുടെ കളർ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനകത്ത് റിപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹൈ എൻഡ് ഫോണാണ്. സോ ഐ ഗസ് ദ കളർ ഈസ് ത്രൂ. പക്ഷേ വളരെ ലൈറ്റ് കളറാണ്. നമ്മൾ ഇതുവരെ നോർമലി കാണാത്ത ഒരു ഗ്രേയുടെ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് ഇത് നാച്ചുറൽ സൺലൈറ്റിൽ കാണുന്നത്. അപ്പോൾ നാച്ചുറൽ സൺലൈറ്റിൽ ഈ ഗ്രേ കളർ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ കളറാണ്. ചെറിയൊരു വയലറ്റ് ടിഞ്ച് ഉള്ള ഒരു ഗ്രേ കളറാണ്. സോ അഗെയിൻ സർഫേസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കട്ടിംഗ് പ്രോപ്പർട്ടീസ്, ഉപയോഗം, പിന്നെ എഡ്ജിൻ്റെ കളറേഷൻ, ഇതെല്ലാം ഞാൻ നേരത്തെ കോട്ട ഗ്രീനിനെ കുറിച്ച് പറഞ്ഞ എല്ലാം ഇതിനകത്ത് ആപ്ലിക്കബിളാണ്. സോ ഗ്രേ നമുക്കറിയാം കണ്ടംപററി ഹൗസിംഗ്, കണ്ടംപററി ഫ്ലോറിംഗിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. സോ വിച്ച് ഈസ് നൗ അവൈലബിൾ. അടുത്ത കളർ നമ്മുടെ റോക്കർ സീരീസിലാണ് റോക്കർ ബ്രൗൺ. ഇതും ലേറ്റസ്റ്റ് എൻട്രൻ്റ് ആണ്. ഞങ്ങൾ ഒരു 2 മാസം മുമ്പാണ് ഇത് ആഡ് ചെയ്തത്. സോ റോക്കർ ബ്രൗൺ വളരെ യൂസ്ഫുൾ ഒരു കളറാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടംപററി കളർ സ്കീംസ് അല്ല, കണ്ടംപററി ഹൗസിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മേജർ 2 കളർ ഷെയ്ഡ്സ് ആണ് ഗ്രേയും ബെയ്ജും. അപ്പം ബെയ്ജ് ആണ് റൂമിനകത്ത് ഇടുന്നതെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിനൊരു വെയിറ്റ് കൂട്ടാനുള്ള ഒരു കളർ ഡാർക്ക് ബ്രൗൺ കളറാണ്. സോ ഇത് ലപ്പാട്ടോ ഫിനിഷിലും കിട്ടും. റോക്കർ ഫിനിഷ് ലപ്പാട്ടോയുടെ കജാരിയ അല്ലെ ഇൻഡസ്ട്രി ഇട്ട പേരാണ് റോക്കർ സീരീസ്. സോ റോക്കർ ഫിനിഷിലും കൂടെ വരുമ്പം അത് അൺബീറ്റബിൾ കോമ്പിനേഷൻ ആണ്. പെർഫെക്ഷൻ ഇസ് ലൈക്ക് പെർഫെക്ഷൻ ടു ദ ടി എന്ന് പറയുന്ന പോലെ നല്ല ഫിനിഷിംഗ് ആണ് ഇത് കാണാൻ. ആൻഡ് വേസ്റ്റേജ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡാണ്. ഡെഫിനറ്റ്ലി ഈ ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ടെറാക്കോട്ട ബ്രൗൺ ആണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് നോക്കുന്നത്, എസ്പെഷ്യലി സ്റ്റെയർ കേസ്, സിറ്റ് ഔട്ട്, ഫ്രണ്ട് സ്റ്റെപ്സ് എക്സെട്ര. ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ കളർ ടു ഗോ. ഇനി നമ്മുടെ ലാസ്റ്റ് 4ാമത്തെ കളർ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ റോക്കർ സീരീസിൻ്റെ രാജാവ്, അല്ലെങ്കിൽ റോക്കർ സീരീസിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സും ആർക്കിടെക്ട്സും ബിൽഡേഴ്സും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് റോക്കർ ബ്ലാക്ക് ആണ്.
സോ ദിസ് ഇസ് അവർ ഫോർത്ത് ആൻഡ് ഫൈനൽ ഓഫറിംഗ് ഫ്രോം ദി റോക്കർ സീരീസ് കജാരിയ 6x4 15 മില്ലിമീറ്റർ തിക്നെസ് കളേർഡ് ബോഡി GVT. ഈ കളറിന്റെ ഒരു 70 to 90% നമുക്ക് എഡ്ജിൽ കിട്ടും ഉരുട്ടുമ്പോൾ. സോ നമുക്ക് എഡ്ജിൽ വേറെ കളർ വരുന്ന പ്രശ്നം അതിനകത്ത് വരുന്നില്ല. ഈ റോക്കർ സീരീസിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളതും ഏറ്റവും കൂടുതൽ അൺഡിസ്പ്യൂട്ടഡ് സെലക്ഷൻ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റോക്കർ ബ്ലാക്ക്. ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ്. എനിക്കറിയത്തില്ല സ്ക്രീനിൽ എത്ര കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. വിരിച്ച സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബ്ലാക്ക് ഉപയോഗിക്കേണ്ടിടത്തെല്ലാം നിങ്ങൾ റോക്കർ ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അത്രയും ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്. എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം ഫ്രം ദ ഡേ 1 ഇത് ലോഞ്ച് ചെയ്ത ആ ദിവസം മുതൽ ഞങ്ങൾ ഇതിലേക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ഞങ്ങളിത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തു. കസ്റ്റമേഴ്സ് വളരെയധികം ഇത് പർച്ചേസ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ലിസ്റ്റ് ഓഫ് കസ്റ്റമർ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. സോ റോക്കർ ബ്ലാക്കിനെ കുറിച്ച് വീണ്ടും ഒന്ന് പറയണമെങ്കിൽ ബ്ലാക്ക് കളർ എല്ലാത്തിനും കോൺട്രാസ്റ്റാണ്. സോ നമ്മൾ ആദ്യം കണ്ട 3 കളർ യൂണിവേഴ്സൽ കോൺട്രാസ്റ്റ് അല്ല, അപ്പോൾ അതിനെ കളർ ബാലൻസ് ചെയ്യണം. പക്ഷേ ബ്ലാക്ക് ഈസ് യൂണിവേഴ്സൽ കോൺട്രാസ്റ്റ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും കൂടുതൽ സെയിൽ ആവുന്നത്. സോ ബ്ലാക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് കളറിൻ്റെ കൂടെ നമുക്ക് ഇതിനെ കോൺട്രാസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. സോ ഈ ബ്ലാക്ക് റീസെൻ്റ്ലി ഞങ്ങൾ നെറ്റിൽ ഒരു റീൽ ഞങ്ങൾ കണ്ട്. ഇത് KM ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഒരു നോർത്ത് കേരളയിലുള്ള ഒരു കടയുടെ ഒരു വീഡിയോ ആണ്. സോ അത് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു റോക്കർ സ്ലാബ് അവർ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് സ്റ്റെപ്പിന് ഇട്ടിട്ട് സ്റ്റെപ്പിൻ്റെ ഇതിൻ്റെ കനം കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഡബിൾ ആക്കാതെ ഇതിൻ്റെ തന്നെ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്ത് അതിനെ 45 ഡിഗ്രി കട്ടിങ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്നതെല്ലാം ടെക്നിക്കൽ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം.